നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനം നിന്റെ പുണ്യനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പുണ്യനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 282 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. 37 അധ്യായത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ യോസഫിൻ്റെ സഹോദരന്മാർ അവനോട് പെരുമാറിയ ക്രൂരമായ വിധത്തെക്കുറിച്ച് നാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായിട്ട് അവരവനെ പകച്ചു എന്ന 4-ാം വാക്യത്തിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് അവനോട് സമാധാനമായി സംസാരിപ്പാൻ പോലും അവർക്ക് കഴിഞ്ഞില്ലെന്നും 4-ാം വാക്യത്തിൽ നാം കാണുകയുണ്ടായി. പിന്നീട് നാം ഓർത്തത് അവരവനെ അധികം പകച്ചു എന്നുള്ളതാണ്. അധികം പകച്ചു എന്നുള്ളതിൽ വിഷയം നിന്നില്ല. ആ സമയത്തു പോലും അവർക്ക് മനസ്താപമുണ്ടാകുകയോ അവർ ദൈവമുൻപാകെ തങ്ങളുടെ കൂട്ടു സഹോദരനോടുണ്ടായ തെറ്റായ ചിന്താഗതി ഓർത്ത് ദുഃഖിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അധിക പാപങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 4-ാമത്തെ വിഷയം നമുക്ക് അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. 8-ാം വാക്യം ശ്രദ്ധിച്ചാലും അവിടെ നാം അടുത്ത മാരകമായ പാപം യോസഫിനോട് അവൻ്റെ സഹോദരന്മാർ ചെയ്തത് കാണുവാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. പിന്നെയും അധികം ദേഷിക്കുന്ന സ്വഭാവത്തിലേക്ക് അവർ വരുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, അവരവരെ തന്നെ ദൈവമുൻപാകെ ചിന്തിപ്പാനുള്ള സമയമാണ്. നമുക്ക് ആരോടെങ്കിലും പക തോന്നിയാൽ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ തോന്നിയാൽ നാം വിട്ടുകളയാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം അവരെ ദ്വേഷിക്കുന്ന മാരക പാപത്തിലേക്ക്, ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യത്തിലേക്ക് നമ്മളുടെ ജീവിതം നീങ്ങും എന്നുള്ളതിൻ്റെ തെളിവാണ് യോസഫിനോട് സഹോദരന്മാർ കാട്ടിയ അധിക ദേഷ്യം എന്നുള്ള വിഷയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതല്ല. സമാധാനമായി മറ്റുള്ളവരോട് പെരുമാറുവാൻ, ദൈവകൃപയിൽ തന്നെ ആശ്രയിപ്പാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ പിശാചൊരുക്കുന്ന കെണിയിലേക്ക് നാം പോകാനായിട്ട് പാടുള്ളതല്ല. തുടർന്ന് നാം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാമതായിട്ട് അവർ യോസഫിനോട് ഇടപെട്ട പാപത്തിൻ്റെ മാരകമായ സ്വഭാവത്തിലേക്ക് കടക്കുന്നതായി കാണാം. 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോസഫിൻ്റെ സഹോദരന്മാർക്ക് യോസഫിനോട് അസൂയ തോന്നി. പ്രിയപ്പെട്ടവരെ, ഇത് മാരകമായ മറ്റൊരു പാപമാണ്. ജീവിതത്തിൽ തങ്ങളുടെ സഹോദരനോട് അസൂയ കാത്തു സൂക്ഷിക്കുന്ന, അസൂയയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവൻ്റെ സഹോദരന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അസൂയ പെട്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയില്ലെങ്കിലും അത് വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളും ചെയ്തികളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് സന്ദേഹമൊന്നും വേണ്ട. നിശ്ചയമായിട്ടും അസൂയയുള്ളവരുടെ അസൂയ വിവിധ തലങ്ങളിലേക്ക് പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം തിരുവചനത്തിൽ സദൃശവാക്യം 14-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നു. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നു. അത് ക്യാൻസറിനോട് തുലനം ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മാരകമായ പാപമാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രയോഗമാണ് സദൃശവാക്യം 14:30. അസൂയയോ
അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നു. അത് അവനവന് തന്നെ ഭാരമായിത്തീരുന്ന, അവനവന് തന്നെ കെണിയായിത്തീരുന്ന, അവനവന് തന്നെ ഏറ്റവും ദൈവത്തോടെ കണക്ക് കൊടുക്കേണ്ടുന്ന വിധത്തിലേക്ക് ആ വിഷയം വഴുതി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും അസൂയയുണ്ടെങ്കിൽ അത് വിട്ട് കളയുവാൻ നമുക്ക് കഴിയണം. നമ്മെ ദ്രോഹിച്ചവരാകാം, നമ്മെ പ്രയാസപ്പെടുത്തിയവരാകാം, നമുക്കെതിരെ നിന്നവരോ സംസാരിച്ചവരോ ആകാം, നാം അറിയാത്ത കാര്യങ്ങൾ നമ്മളെ പ്രയാസപ്പെടുത്തിയവരാകാം. എന്നാൽ അവരോടുള്ള പരിഭവം ഒരിക്കലും അസൂയയായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ന്യായം നമ്മുടെ കർത്താവാണ് നമുക്ക് തരുന്നത്. അത് നിശ്ചയമായിട്ടും അവിടുന്ന് തരിക തന്നെ ചെയ്യും. അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെക്കാൾ ഉയരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കയ്പ്, അസൂയ അവരോട് തോന്നുന്നെങ്കിൽ അത് ദൈവഹിതത്തിന് വിപരീതമാണ് എന്ന് മനസ്സിലാക്കണം. ഓരോ വ്യക്തികളെയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമുള്ളവനെ അവിടുത്തെ ഹിതത്തിനനുസരിച്ച് അവിടുന്ന് ഉപയോഗിക്കുന്നു. അതിൽ ഞാൻ എന്തിനസൂയപ്പെടണമെന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നേക്കാൾ എൻ്റെ കൂട്ട് സഹോദരൻ, എന്നേക്കാൾ എൻ്റെ കൂടെ പിറന്ന സഹോദരൻ, എൻ്റെ മറ്റുള്ള പ്രിയപ്പെട്ടവർ അവരേറ്റവും നല്ലതായി തീരട്ടെ എന്നുള്ള ചിന്താഗതിയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. എന്നാൽ അവർ ഉയരുമ്പോൾ അതിൽ അസൂയാലുക്കളായി നാം തീർന്നാൽ അത് പിന്നെയും മറ്റു പാപങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്നുള്ളതിന് സംശയമില്ല. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ഭാഗത്തിൽ നാം അതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവസന്നിധിയിൽ ആരോടും പകയുണ്ടാകാൻ പാടില്ല. അങ്ങനെ പകയുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. അത് ദൈവത്തിന് പ്രസാദമല്ല. അതവിടെ നിർത്തിയില്ലെങ്കിൽ പിന്നെയും അധികം ദ്വേഷിക്കുന്നതിലേക്ക് നാം മാറ്റപ്പെടും. അത് പിന്നെയും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അസൂയയിലേക്ക് നമ്മുടെ സ്വഭാവം മാറ്റപ്പെടും. അനേകരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ വാക്കുകളുടെ അമർഷം, അവരുടെ സ്വഭാവത്തിൻ്റെ പെരുമാറ്റം, നമ്മളോടുള്ളതായിരിക്കുന്ന പലതരത്തിലെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അസൂയ നമുക്ക് ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നമുക്കൊന്ന് ചെയ്യാം, നമുക്ക് അസൂയ ഇല്ലാത്തവരായി തീരാം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. അതിനായിട്ട് ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ.